അല്ലപ്പ ഞാൻ പറഞ്ഞില്ലേ മാഡം, വേറെ നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും ഒരു ജോലി. അല്ലപ്പ എനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞൊഴിയരുത് മാഡം. അല്ല, ഇവിടെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രായപരിധിയിലുണ്ട്. ഇനി ഒരു 50 വയസ്സിൽ കുറവുള്ളൊക്കെ ഉണ്ട്, ജോലി കൊടുക്കാൻ വേണ്ടി പറ്റൂലോ. അതുകൊണ്ടാണ് ഞാൻ വേറെ ആൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാലും ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച്. അത്രയ്ക്ക് അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ അവസ്ഥ എന്തെന്നാണെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യുക, സാറിനെ ഒന്ന് വീട്ടിൽ പോയിട്ട് കാണുക. സാറ് വിചാരിച്ച എന്തെങ്കിലും ആക്കാൻ വേണ്ടിട്ട് പറ്റുമോ? സാറ് പറഞ്ഞ എന്തായാലും എന്നാ വേണ്ടി വെച്ച് ചെയ്യാം. സാറിനൊന്ന് കാണും. ശരി. ആരാ മോളേത്? അമ്മവാ, അതൊരു ജോലി കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട് വന്നിയാ. അയ്യോ, ഈ പ്രായത്തിലും ജോലിയൊക്കെ അന്വേഷിച്ച് വരിക പറഞ്ഞാലേ. അതന്നെയാ ഞാനും പറയുന്നു. ഈ പ്രായത്തില് സെക്യൂരിറ്റിക്ക് പോലും ഒരാളെ വേണ്ട. അല്ല, അതല്ല, അതിപ്പോ ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആളാവും, അതുകൊണ്ടാവും. പിന്നെ പ്രായമൊന്നും നോക്കരുത്. ജോലി ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടോ നോക്കിയിട്ട് എവിടെയെങ്കിലും ഒരു ജോലി ആക്കി കൊടുത്തൂടെ? അല്ലപ്പ ഞാൻ എങ്ങനെയാ ഇപ്പൊ ചെയ്യുക? ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളല്ലേ. ഞാൻ പറഞ്ഞു സാറിനെ വീട്ടിൽ പോയിട്ട് കാണാൻ വേണ്ടിട്ട്. സാറ് പറഞ്ഞ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ക്ലീറ്റോ എവിടെ? ക്ലീറ്റോ സാറ് കുറച്ചു മുന്നേ പോയത്. അപ്പൊ അവന് ഞാൻ ഫോൺ വിളിച്ചപ്പോ അവൻ ഇവിടെ ഉണ്ടാവുന്നാണല്ലോ എന്നോട് പറഞ്ഞ്. അത് അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അതിന് പോയതാന്ന്. അവനാണെങ്കിൽ അർജന്റായിട്ടൊന്ന് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്താ മാവാ? അതായതേ, എന്റെ ഒരു കൂട്ടുകാരനെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഞാൻ ഈ ഹെൽപ്പിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രൈവറുടെ പണിക്ക്. ജോലിയൊക്കെ ശരിയായി എന്ന് പറയുന്നത് കേട്ടു. എന്തായി, അത് സ്ഥിരാവോ എന്താ? അവന്റെ പരിപാടി എങ്ങനെയാക്കെ ഒന്ന് അറിയാച്ചിട്ട് ഇങ്ങോട്ട് കയറിയില്ല. അല്ലപ്പോ ഓറ പേരെന്നാ? ചന്ദ്രൻ. ചന്ദ്രൻ ചന്ദ്രൻ കുന്നത്തുകാവാ? കുന്നത്തുകാവ് ചന്ദ്രൻ. സ്ഥിരാവോ എന്താ? എങ്ങനെ അവന്റെ അവിടെ ഇഷ്ടായോ അവർക്ക്? നിങ്ങള് ആ ചന്ദ്രനെ ഒന്ന് വിളിച്ചാട്ടെ. വിളിക്കണ? വിളിക്ക്, വേഗം വിളിക്ക്, ആവശ്യമുണ്ട്. അറിഞ്ഞിട്ട് അവനെ വിളിക്കാച്ചിട്ടായിരുന്നേ. ചന്ദ്രൻ കുന്നത്ത്. അതെ, ഞാനേ എടാ, ജോലി വാങ്ങിട്ട് കീശയിലിട്ട് കാശ് തരാൻ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? നീ എന്താ ഫോൺ വിളിച്ചെടുക്കാത്ത? നിനക്ക് വീട്ടിലെ ഫോണൊന്നും എടുക്കാൻ പറ്റൂല? എന്തെന്ന് ഉടനെ എത്തിക്കാന്ന്? എന്തെന്ന് തിരക്ക്? നിനക്ക് മാത്രമേ തിരക്കില്ലൂ, നമുക്കൊന്നും തിരക്കില്ല. ഞാൻ ഒരു കാര്യം പറയാം. നാളെ വൈകുന്നേരത്തിനുള്ളിൽ എന്റെ പൈസ കൂടി എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ കുന്നത്ത് കാവിലേക്ക് വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. കൊടുക്ക, പക്ഷെ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ മോനെ ഞാൻ അങ്ങ് വരും. എന്നാ നമുക്ക് തരണോലു. ഹലോ ചന്ദ്ര. നിങ്ങൾ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കല്ലേ? ഒരു വീതം ഞാൻ ഇവരുടെ കോൾ എടുക്കാതെ മുങ്ങി നടന്നതാ. നിങ്ങൾ എന്നെ അവരുടെ മുന്നിൽ ഒറ്റിക്കൊടുത്തല്ലേ? അല്ല ചന്ദ്ര, ഞാൻ ഇവിടെ വന്ന് നിന്റെ ഒന്നും പറയണ്ട. എനിക്ക് നിങ്ങളുടെ അടുത്ത് അല്പം ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതോടെ അത് തീർന്നു. അല്ല, ഞാൻ സത്യമായിട്ട് നടന്ന സംഭവം പറയട്ടെ. ഹലോ ഹലോ വെച്ചുവാ. താങ്ക്സ് ഉണ്ട് കേട്ടാ. കൊറേ ആയി ഓനോട് 4 വർത്താനം പറയാന്ന് വിചാരിക്കുന്നു. ഓൻ ഫോൺ എടുക്കണ്ടേ? ഇപ്പൊ എനിക്കൊരു അവസരം വന്നിനി. താങ്ക്സ്. നിനക്ക് സന്തോഷായില്ലേ? സമാധാനായില്ലേ? സമാധാനായി. നിന്റെ കാര്യമൊക്കെ നടന്നല്ലോ? നടന്നു. എന്നെ കുറിച്ച് നീ എന്തെങ്കിലും വിചാരിച്ചോ? ഞാനെന്നാ അമ്മാവിനെ കുറിച്ച് വിചാരിക്കണ്ട്. എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ അവൻ. അതിന് അവൻ ഇന്നും തെറ്റിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനായില്ലേ? അതിന് തെറ്റിക്കാൻ മാത്രം ഞാനെന്നാ ചെയ്തിനി? ഒരു ഫോൺ വിളിച്ചതാ. ഫോൺ വിളിച്ചിട്ട് അവനോട് എന്തൊക്കെ പറഞ്ഞു? എന്ന് പറഞ്ഞിനി? എന്റെ പൈസ എത്തിക്കാനല്ലേ പറഞ്ഞിനി? ഒരെണ്ണം പറഞ്ഞോ ഞാൻ? നീ ഇപ്പൊ ഇതൊക്കെ പറയാനാണെന്ന് കരുതി ഞാൻ ഈ ഫോണ് തന്നിരുന്നോ? അമ്മാവിനൊന്നും അറിയോ എടുത്ത കാര്യം? ടീച്ചർ സാറ് വേണ്ടേ? വേലിമ്പ് കിടക്കണ പാമ്പിനെടുത്ത് തോളിലിട്ടു എന്ന് പറഞ്ഞു കേട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാനത് അനുഭവിച്ചു. ഏത് നേരത്തെ അങ്ങോട്ട് വരാൻ തോന്നിയാണ്. അതാരാ ഇപ്പൊ പാമ്പിനെടുത്തിട്ട് തോളിലൂട്ടിനി? സാറേ, എന്നിട്ട് അമ്മാവന്റെ ഫോണിൽ നിന്ന് വിളിച്ചു കൊടുത്താ? ഞാൻ കാര്യം അറിയാനാന്ന് കരുതിയിട്ടല്ലേ വിളിച്ചു കൊടുത്ത്. ഇവളിങ്ങനെ ദേഷ്യപ്പെടാനാന്ന് ഞാൻ അറിഞ്ഞ. ഏറ്റവും ദൈവമേ, ഭയങ്കര കോമഡി ആയി പോയല്ല. നല്ലൊരു സുഹൃത്തായിരുന്നു. ഇപ്പൊ അവനായിട്ട് തെറ്റണ്ടോന്നല്ല. അപ്പൊ എന്താ ചെയ്യാ? പിന്നെ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അങ്ങ് ഇറങ്ങി പോകാനുള്ളവരാണോ അവര്? നിങ്ങൾ നാട്ടുകാര്
ഇത്രയും തൊട്ടയിലൊക്കെ ആൾക്കാരുണ്ടായിട്ട് ഇത് ഇത്രയും കൊണ്ടുവന്ന് നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ പിന്നെ അപ്പനും അമ്മേനെ അങ്ങനെ കൂടെ ഇറക്കി വിടാൻ പറ്റുന്ന എങ്ങനെയാ? ആ ശരി എന്നാ. എന്താ ആരാ? ഓരോരോ പ്രശ്നങ്ങളെ. ഓ എന്റെ പൊന്നെ, ആ മങ്കാട്ടടോ പാലമില്ലേ, അവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ, അതിന്റെ പുറകില് അമ്മാവനൊക്കെ കണ്ടിട്ടുണ്ടാവും. പ്രായമുള്ളൊരു അപ്പനും അമ്മയുണ്ട്. ആ അവിടുത്തെ അസുരയാണ് തോന്നുന്നുണ്ട് അമ്പലത്തിൽ അടിച്ചു വരാനൊക്കെ വരുന്നത്. അത് തന്നെ. അവർക്കൊരു മോനുണ്ട്, ഒരു മെനകെട്ട ചെറുക്കൻ. അപ്പൊ അവന്റെ ആവശ്യം ഇവർ രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നിട്ട് ഇവൻ ആ വീട് സ്ഥലവും വിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകും. അപ്പൊ നാട്ടുകാരൊക്കെ കൂടി എന്നെ വിളിച്ചു. അപ്പം ഇവൻ പണിക്ക് പോകൂല, കള്ളുകൂടിയും സിഗരറ്റ് വലിയും കഞ്ചാവ് എല്ലാം ഉണ്ട്. ആ തള്ളേനെയൊക്കെ വിളിക്കണ തെറിയും ഇതും കേൾക്കണം. എന്തൊരു കഷ്ടമാന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ തന്തനും തള്ളേനെ അങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് പെരുവഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്താ പറയണ, ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് ഞാൻ ഇത് കേട്ടിട്ട് വിളിച്ചവനെ. എന്റെ പൊന്നെ, ഒരു ഭ്രാന്തൻ. അങ്ങോട്ട് പറയണത് ഒന്നും കേൾക്കൂല. അവൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം, എന്തൊക്കെയോ പറയുവാണ്. ഇപ്പോഴും കള്ളുപിടിച്ചിട്ടുണ്ട്. ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ അവനോട്? ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് പേടിയല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്, ഞാൻ വരാം കനവനോടും പറഞ്ഞിട്ടേ മറ്റേ കളക്ടറൊക്കെ ഒരു പരാതി കൊടുക്കാം. ഇങ്ങനെയുള്ളതിനൊക്കെ കളക്ടർമാരാ നല്ലതെന്നാ പറയുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും ശരിയല്ല. കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയസ്സായ അച്ഛനമ്മനൊന്നും നോക്കണില്ല. എടി ഇന്ന് ഞാൻ ക്ലീറ്റോന്റെ ഓഫീസിൽ പോയപ്പോഴേ ഇതേമാതിരി വയസ്സായ ഒരാള് അവിടെ പണി അന്വേഷിച്ച് വന്നേക്കണ്. എന്നിട്ട് ജോലി കൊടുത്താ? ആ എങ്ങനെ ഈ വയസ്സായ ആൾക്ക് എന്ത് ജോലിയാ കൊടുക്കണെന്ന് പറഞ്ഞിട്ട് പണി കൊടുത്തില്ല. അതേമാതിരി മക്കള് നോക്കാത്ത ആരെങ്കിലും ആയിരിക്കും. ദൈവമേ, എന്തൊരു ദുരന്തമാണല്ലേ ഇതുങ്ങളൊക്കെ ചോര ഉരുക്കി. അതെ, നമ്മളൊക്കെ പൊന്നുപോലല്ലേ നോക്കണം. ആ എടാ ഇവിടെ ഉണ്ട്. ആ എല്ലാരും ഉണ്ടോ? ഇതെന്താടാ? നല്ലൊരു കളറ് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു മേടിച്ച ഷർട്ട്. കാണിച്ചേ, എവിടെ? നോക്കി, റോസ്മേരിക്ക് ഇതേ കണ്ടൊരു സാരി ഉണ്ട്. അടിപൊളി. എലിപ്പണ്ണിന്റെ ഷർട്ട്. അതെ അതെ. എത്ര രൂപ? 1400. എന്റെ പൊന്നേ, 1400 ഷർട്ട് മേടിച്ചാ? മേടിച്ച് 1400 3 ഷർട്ട് വാങ്ങിക്കായിരുന്നു. നിന്നെ എന്താ ചെയ്യേണ്ടെന്നറിയോ? നീ പണിയെടുക്കുന്ന പൈസ അല്ലേടാ റൊണാൾഡേ? തങ്കച്ചേട്ടത്തി ഒന്നാമതേ എനിക്ക് ഷർട്ടില്ല. ആകെ ഉള്ള 3-4 ഷർട്ട്, ബാക്കി എല്ലാ കരി കൊണ്ട് കിടക്കുക. ഞങ്ങൾ കുടുംബത്തോടെ എവിടെയും പോകാൻ വേണ്ടിട്ട്. അപ്പൊ നിനക്ക് അറിയാലോ ഉള്ളതിലെല്ലാം കരി ഓയിലും പിടിക്കുമെന്ന്. എന്റെ ലില്ലി വല്ല ഓഫീസിൽ പോണ ഒരാളാണെങ്കിൽ ഈ പൈസക്ക് ഷർട്ട് എടുക്കണത് കൊള്ളാം. ഇത് ഈ വർക്ക്ഷോപ്പ് വരെ പോണം, നിനക്ക് എന്തിന് ഇത്രയും വിലയുള്ള ഷർട്ട്? അത് വർഷോപ്പുകാർക്ക് നല്ല ഷർട്ട് ഇടാൻ പറഞ്ഞിട്ടില്ലേ? 1400 രൂപ ഭയങ്കര കൂടിപ്പോയി. എന്നാലും എന്റെ പെങ്ങളുടെ തങ്കച്ചേട്ടത്തിന്റെ സ്വഭാവം മനസ്സിലിരിപ്പോ മനസ്സിലായി. എന്തായാലും ഇത് ആ പൈസ കൊടുത്ത് മേടിച്ചൊന്നുമല്ല. ആ സ്പെയർ പാർട്സ് കടയിലെ ജോൺസൺ ആരാണ്ട് ഗിഫ്റ്റ് കൊടുത്തേ, അവന് വലുതാണ്ട് എനിക്ക് തന്നു. കേട്ടേ ഒരു തുണി മേടിച്ചാണ് ഇത്ര കണക്ക് പറഞ്ഞു. നീ തുണി കൊടുക്കണതിലുള്ള അസൂയ കൊണ്ട് പറഞ്ഞതല്ലേ. അത്രയും പൈസക്ക് അങ്ങനെ മേടിച്ച് നശിപ്പിക്കണ്ടെന്ന്. അത് ശരിയാ, ഇവരാരും തുണിക്ക് വേണ്ടിട്ട് പൈസ കളയത്തില്ല. പഞ്ചായത്ത് ജയിച്ചപ്പോ ഒരു സാരി, സത്യപ്രതിജ്ഞ ഒരു സാരി, കല്യാണങ്ങൾക്ക് പിന്നെ പൊങ്കാലയ്ക്ക് സാരി, അതിനൊന്നും കുഴപ്പമില്ല. 1500 സാരിയാണോ? പിന്നല്ലാതെ. പിന്നെ എനിക്കൊക്കെ ഞാൻ കല്യാണം കഴിച്ച നാള് മുതലുള്ള സാരി എന്റെ അലമാരിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അങ്ങനെ സൂക്ഷിക്കും, അല്ലാതെ നിന്നെ പോലെ കരിയും പുകയാക്കിക്കൊണ്ട് നടക്കും. അത് എന്റെ തൊഴിൽ ഇതായതുകൊണ്ട് ആ സുഹൃത്തെ. ഇപ്പൊ 2-3 ദിവസം കഴിയുമ്പോ പിന്നെയും കരിയോയില്ല. വേണ്ട, ഇത് എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോട്ടോ. അത്രേ ഉള്ളൂ. അല്ല എന്തോ? ക്ലീറ്റസ് സാർ. ക്ലീറ്റോ ചേട്ടൻ അവിടെയാണ്, വിളിക്കാം. ഓ ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ ചേട്ടാ, ഓ എന്നിങ്ങ വന്നേ. വരും. സാർ, ഓ എന്റെ പേര് വിജയൻ എന്നാണ്. ഓ ഇന്നലെ ഞാൻ സാറിന്റെ സ്ഥാപനത്തിൽ വന്നിരുന്നു ഒരു ജോലിക്ക് വേണ്ടി. ശർമ്മ എൻ്റെ സ്റ്റാഫ് പറഞ്ഞിങ്ങനെ വന്നിരുന്നത് അല്ലേ? ജോലിക്ക് നമ്മളെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ ഈ ജോലിക്ക് ഒരു 10-50 വയസ്സിനകത്തൊക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാരണം ഓരോ ജോലിക്ക് ഓരോ ഇതുണ്ടല്ലോ. അയ്യോ സാർ, അങ്ങനെ പറയരുത്. എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. എനിക്കൊരു ജോലി തരണം.
അല്ല എന്നാലും നമുക്ക് ഈ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ഒരാളെ കൊടുക്കുമ്പോ അവർക്ക് ഒരു ജോലിക്ക് നിങ്ങൾ അത് ഓക്കെ ആണെന്ന് തോന്നണല്ലോ. ഇപ്പൊ സെക്യൂരിറ്റിക്ക് ആണെങ്കിൽ നമ്മൾ ഈ പട്ടാളത്തിൽ നിന്നൊക്കെ പെൻഷനായ ആൾക്കാരെയാണ് അവിടെ കൊടുക്കണത്. പട്ടാളത്തിലൊന്നും ഇല്ലായിരുന്നല്ല. അപ്പൊ ഇതിപ്പോ നമുക്ക് അങ്ങനെ അങ്ങോട്ട് എന്തായാലും ഒരു ജോലിയാക്കി കൊടുക്കേ. അല്ല അമ്മാവ, അതാ ഞാൻ പറഞ്ഞോണ്ടിരിക്കണം അമ്മാവ. അങ്ങനെ എവിടെയെങ്കിലും എന്ത് ജോലിക്ക് ഓരോ സ്ഥാപനത്തിന് ഇപ്പൊ എല്ലാവർക്കും വേണ്ട ചെറുപ്പക്കാര് പിള്ളേരെയാണേ. അതാണ് അങ്ങനെ പറയലടാ. അപ്പൊ ഞാനിപ്പോ അയാളുടെ ഏകദേശം ഒരേ പ്രായമല്ലേ, ഞാൻ മണ്ണിൽ പണിയെടുക്കണില്ലേ? ആണ്. നമുക്കിപ്പോ അങ്ങനത്തെ വർക്ക് അല്ലല്ലോ വരണത്. നമ്മളിപ്പോ ഏതെങ്കിലും ഓഫീസ്, കടകളിൽ സെയിൽസ്മാൻ അങ്ങനെയുള്ള ജോലിയില്ലേ. അതുകൊണ്ടാ ഞാൻ വേറെ നോക്കാന്നുള്ളതല്ലാതെ ഇപ്പൊ എനിക്ക് ഉടനെ ഒരു ഉറപ്പ് പറയാൻ പറ്റൂല. സാറ് എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി ശരിയാക്കി തരണം. ഞാൻ ആ രജിസ്ട്രേഷൻ ഫീസൊക്കെ അങ്ങ് അടച്ചോളാം. ചേട്ടാ അതല്ല, രജിസ്ട്രേഷന്റെ ഫീസിന്റെ അല്ല വിഷയം. നമ്മൾ ഈ പറയുന്ന മാതിരി നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ജോലി നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉടനെ അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ എന്തെങ്കിലും വരട്ടെ, വരുമ്പോ ഞാൻ നോക്കാം. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് അല്ലേ. അതെ, ഒന്ന് അവിടെ നിന്ന് എന്താ പേര് പറഞ്ഞേ? വിജയൻ. വിജയന് എന്റെ കൂടെ നിക്കാവോ? നിക്കാം. എനിക്ക് ഞാൻ കർഷകനാണേ. കുറച്ച് ചീരത്തോട്ടും വാഴയും പച്ചക്കറിയൊക്കെയാണ്. അപ്പൊ അതിൽ എന്റെ കൂടെ അങ്ങനെ നിക്കാൻ പറ്റുമെങ്കിൽ നിന്നോ. ഞാൻ നിക്കാം സാർ. നിക്കാലോ അല്ലേ? എന്നാ പിന്നെ കുറച്ച് സംസാരിക്കാം. ലില്ലിമോളെ കുറച്ച് ചായ. വന്ന വെറുതെ ആയില്ലല്ലോ. ജോലി ആള് റെഡി ആക്കിയിട്ടുണ്ട്. 2 ചായ. നമ്മുടെ സ്ഥാപനത്തില് ചില നൂലാമാലകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. സംസാരിക്കാം. ശരി. അമ്മാവന്റെ കാര്യം എന്ത് കണ്ടിട്ടാണോ എന്ത് ചുമ്മാ വഴിയെ പോണ വയ്യാവലി എക്കെടുത്ത് തലയിൽ വെച്ചു. അല്ലേട്ട് നാളെ രാവിലെ ഇവിടെ എത്തത്തില്ലേ? അയ്യോ, നാളെ അവിടുത്തെ കയറത്തേ ഉള്ളോ? ഓ, ഞാൻ വിചാരിച്ച നാളെ രാവിലെ എത്തുന്നു. ഇവിടെ എന്ത് വിശേഷം? അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ചുമ്മാ വന്നതാ. വന്നത് കാര്യമായി. ചുളുവിന് അമ്മാവനൊരു സ്റ്റാഫിനെ കിട്ടി. ആരെ വിളിക്കുന്നുണ്ടേട്ടാ? ഞാൻ തിരിച്ചു വിളിക്കാം. നോക്കട്ടെ. ആരാ ഇത് VLP നടത്തുന്ന ക്ലീറ്റസിന്റെ വീടല്ലേ? ക്ലീറ്റസ് ചേട്ടന്റെ ആങ്ങളെ, അതാ വീട്. എന്താ കാര്യം? എനിക്കൊന്ന് സംസാരിക്കണം. ക്ലീറ്റോ, ക്ലീറ്റോ വന്നേ. വരും. ദേ ഒരു പയ്യൻ കാണാൻ വന്നേക്കുന്നു. നിങ്ങളാണോ VLP നടത്തുന്ന ക്ലീറ്റസ്? ഓ, എന്താ? എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതെ, പൊന്നു സഹോദര, ഒഫീഷ്യൽ കാര്യങ്ങളാണെങ്കിൽ നാളെ ഓഫീസിൽ വാ. 10 മണിക്ക് തുറക്കും. ഞാൻ ഇന്ന് നല്ല ടയേർഡാണ്. ഇച്ചിരി തലയുണ്ടോ? ഒഫീഷ്യൽ കാര്യമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ജോലി വെച്ച് വന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ജോലി കൊടുത്തായിരുന്നോ? എങ്ങനെ? കഴിഞ്ഞ ദിവസം ജോലി ചോദിച്ചു വന്ന വിജയൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് നിങ്ങൾ ജോലി കൊടുത്തായിരുന്നോ? എന്താ പേരെന്താ പറഞ്ഞ? വിജയൻ. വിജയൻ. അങ്ങനെ വാ. വിജയൻ എന്താ പ്രശ്നം? വിജയൻ എന്താ പ്രശ്നം? പുള്ളിക്ക് ഇപ്പൊ ജോലിയുടെ ആവശ്യമൊന്നുമില്ല. പുള്ളിയെ നോക്കാനേ ഞങ്ങൾ മക്കളുണ്ട്. നിങ്ങൾ ജോലി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ആ മാമൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. മോനെ, ബ്രദറെ, നിങ്ങളുടെ അച്ഛൻ എൻ്റെ VHelp എൻ്റെ ഓഫീസിൽ വന്നു. അവിടെ വന്നിട്ട് എന്നെ കാണാത്തോണ്ട് അവിടെ നിന്ന് നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് ഈ പ്രായത്തിൽ ജോലിയൊന്നും തരാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, ഇല്ല എനിക്കൊരു ജോലി കിട്ടിയേ പറ്റുള്ളൂ, അത്ര അത്യാവശ്യമാണ്, ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞങ്ങളുടെ അമ്മാവനുണ്ട്, ചീരത്തോട്ടമാണ്, വെള്ളയാണിയിൽ. അമ്മാവൻ പറഞ്ഞു ചീരത്തോട്ടത്തിൽ എനിക്കൊരാൾ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പോയി ഞാൻ എന്ത് ജോലിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കൂടെ പോയേക്കണത്. അതായത് ക്ലീറ്റോ അല്ല ജോലി കൊടുത്തേക്കുന്നത്, ഞങ്ങളുടെ അമ്മാവനെ കൊടുത്തു. അതെ, അച്ഛൻ അങ്ങനെ പലതും പറഞ്ഞാണ്. അതൊന്നും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ മക്കൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നാളെ രാവിലെ തന്നെ അച്ഛനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണം. നീ ഇതിന്റെ പേരിൽ എന്നെ അവിടെ വരുത്തിക്കരുത്. അല്ല ഇത് ഭീഷണിയാ. ആ പരിപാടിയൊന്നും വേണ്ട ഇവിടെ സഹോദര. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ അച്ഛനെ ഞങ്ങൾ നിർബന്ധിച്ച് ജോലി കൊടുത്തതല്ല. അച്ഛൻ്റെ ഇഷ്ടത്തിനാണ് അച്ഛൻ ഇപ്പോൾ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്. ഇനി പുള്ളിക്ക് ജോലി വേണ്ട, മതിയാക്കി പോണു എങ്കിൽ പൊക്കോട്ടെ, ഞങ്ങളായിട്ട് പറഞ്ഞു വിടുന്നതും നിങ്ങൾ വിചാരിക്കേണ്ട. ആ രീതിയിലുള്ള സംസാരം വേണ്ട കേട്ടല്ലോ. നിങ്ങൾ ആരോടാ സംസാരിക്കണം എന്നറിയാമോ? ഐ എം എ ലോയർ. അയ്യോ, ലോയർ? എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. ഒരാളൊക്കെ ജോലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസ് ഒന്നും പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കുകയൊന്നും വേണ്ട. ആ അമ്മാവനെ ഇനി ഞങ്ങൾ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യങ്ങോട്ട്. ലോയർ മോൻ പോവാൻ നോക്ക്. അപ്പൊ നിങ്ങൾ കരുതി കൂട്ടിയിട്ടാണല്ലോ. കൂട്ടിക്കോ. മാന്യമായിട്ട് ഇങ്ങനെയാണോ സംസാരിക്കണത്?
എവിടത്തെ ലോയറാണ് സാർ? അങ്ങനെയാണെങ്കിൽ ആ ഞാൻ ഒരു വര കൂടി വരും. ഓ ആയിക്കോട്ടെ, ഞങ്ങൾ ഇവിടെ ഗേറ്റ് തുറന്നിട്ടേക്കാം, സാറ് വാ. പിന്നല്ലേ. അപ്പൊ ശരി, ഓ കാണാം. വക്കീലൊന്നും അല്ല. എല്ലാം കോടതി വരാന്താ കേറിറങ്ങാൻ റെഡി ആയിക്കോ. ഓ ആ ശരി, ഞങ്ങൾ ചെരുപ്പ് കൂടെ വാങ്ങിച്ചിടാം കോടതി വരാന്തയിൽ നടക്കാനുള്ള. എല്ലാവർക്കും ഓരോ ചെരുപ്പ് ഞാൻ വാങ്ങിച്ചു. എന്താ പോവാണെങ്കിൽ അല്ലാതെ ഇത് വേറെ എന്തോ വലിയ പ്രശ്നമാണെന്ന് കേട്ടോ ക്ലീറ്റോ. സൈക്കോ ആണോ? ആണ്, സൈക്കോയാ. അമ്മോ അമ്മാവും കൊണ്ടുവന്ന കൊലയുടെ ഇനി ഇതും കൂടി ഉള്ളു. ഇനി വരുമ്പോ ഒരു ഏത്തക്കൊലയുടെ എന്തെങ്കിലും കൊണ്ടുവന്നെ അമ്മാവാ, കേട്ടോ? കേട്ടോന്ന്. ഓ എന്റെ കർത്താവ്, ഇത് എന്തോ തടി നിങ്ങൾക്ക്? എന്ത്? ഇതെന്താ? അമ്മാവൻ കായ കൊണ്ടുവന്നാ പിന്നെ കായ കൊണ്ട് അവിയല്, തോരൻ, പച്ചടി, കിച്ചടി. ചീര കൊണ്ടുവന്നാ ചീര കൊണ്ട് കൊണ്ടാട്ടം, ഒരു ബഹളം. അത് തന്നെ. താഴ്ന്ന സുലു പപ്പായ കൊണ്ടുവന്നതിന് പപ്പായ കൊണ്ട് അഭിഷേകം. എന്തെങ്കിലും കിട്ടിയാൽ അതാ ഞാൻ പറഞ്ഞ വിഷമല്ലല്ലോ, തിന്നിട്ട് ചത്തൊന്നും പോണില്ലല്ലോ. ഇല്ല, മനുഷ്യന്മാരല്ലേ ഇതൊക്കെ തിന്നണത്. എടാ എന്നോട് എന്തിനു വരാൻ പറഞ്ഞു? ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അമ്മാവാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ മനുഷ്യനെ കുഴപ്പക്കാരൻ വല്ലതും ആണോ? അല്ല മോളെ, നന്നായി പണിയെടുക്കും, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും, പണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കും. അയാൾ നന്നായി മണ്ണിൽ പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ കുടുംബകാര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അയാൾ മൗന, മുഖത്ത് ഭയങ്കര വിഷമ. ഇപ്പൊ ഈ പണിയെടുക്കുന്നത് ആസ്വദിച്ച് അവസാനം അയാൾ അമ്മാവന് പണി ആവരുത്. ഞാൻ പറയണത് നൈസായിട്ട് അങ്ങ് പറഞ്ഞു വിടും. പിന്നല്ലേ, അതിന്റെ ആവശ്യമില്ല. ആ വിടരുത് അമ്മാവ. അങ്ങനെ നമ്മൾ ഇപ്പം ആ മനുഷ്യനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ മോൻ വന്നല്ലോ, അയാളുടെ ഭീഷണി കേട്ട് പേടിച്ച് നമ്മൾ അങ്ങ് പറഞ്ഞു വിടണമെന്ന് വിചാരിക്കും. അതിന്റെ ആവശ്യം അല്ലപ്പ അങ്ങനെ നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. പണി ചോദിച്ചു വന്ന ഒരാൾക്ക് പണി കൊടുത്തു, അയാളാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് കാരണം പറഞ്ഞ അയാളെ പറഞ്ഞയക്കുക? അമ്മാവ, ഇതൊക്കെ കാലം കെട്ട കാലവും. നിങ്ങൾ ചുമ്മാ വഴിയാ പോണ വയ്യ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും. അവൻ ഇന്നലെ ഇവിടെ വന്ന് വേണ്ട ബഹളമായിരുന്നില്ലേ? ഒന്നും പറയൂല, അവൻ ചോദിച്ചിട്ടില്ലേ? എന്തോ കുടുംബത്തിലെ മക്കളിൽ നിന്നൊരു പ്രശ്നമുണ്ട്. ഞാനൊരു കാര്യം പറയാം, അമ്മാവ് ഒന്നില് തഞ്ചത്തിൽ അയാളടുത്ത് കാര്യങ്ങൾ അറിയാൻ നോക്ക്. കുടുംബകാര്യങ്ങൾ പറയുന്നില്ല ക്ലീറ്റോ. എന്നാ പിന്നെ ഒരു കാര്യം, അയാളെ കൂട്ടി ഇങ്ങോട്ട് വാ, ഞാൻ ഒന്ന് വഴി കൂട്ടിയെല്ലാം ചോദിക്കാം. അത് നല്ല കാര്യമാണ്. തഞ്ചത്തിലൊക്കെ അങ്ങനെ നോക്ക്. ഇന്നിപ്പോ അയാൾ അവിടെ തോട്ടത്തിൽ വളർട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ വിളിച്ചു പറയാം, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം ഞാൻ. അമ്മാവ് ഇപ്പൊ അയാളെ വെച്ച് പരമാവധി മുതലെടുക്കാൻ അല്ലേ? അമ്മാവ് ഫ്രീ ആയി പുള്ളി വന്നേ, പിന്നെ അതിലിങ്ങനെ ഇറങ്ങി നടക്കണത്. അല്ലെങ്കിൽ ഈ മണ്ണിൽ ആത്മാർത്ഥമായി പണിയെടുക്കണവരും പിന്നെ ഒരു ലക്ഷ്യബോധത്തോടെ പണിയെടുക്കണവരും കൂടെ ഉണ്ടെങ്കിണ്ടല്ലോ, അതൊരു നമ്മളെപ്പോലുള്ളവർക്കൊരു ബല. നല്ല തന്നെ. അവസാനം പിന്നെ കരയരുത്. എനിക്ക് കൊണ്ടുപോകാൻ ചോറെടുക്ക, നീ ഇത്. അപ്പൊ നാളെ അയാളോട് ഇങ്ങോട്ട് വരാൻ പറയാല്ലേ? തോരനില്ല, അവിടെ ഉള്ളൂ. പറയണേട്ടാ പിന്നെ എന്നും തോരൻ ഭയങ്കര. ഞാൻ പറ വെച്ച് മുഖത്ത് വെച്ച് നോക്കും കേട്ടോ. എന്നാ പിന്നെ അയാളോട് ഇങ്ങോട്ട് വരാൻ പറയാം. എപ്പോഴാ വരാൻ പറയണ്ട്? ഒരു ഉച്ച കഴിയുമ്പോൾ വരാൻ പറയും, അതായിരിക്കും നല്ലത്. അയാൾ നേരെ പണി ഉച്ചയ്ക്ക് നിർത്തി ആ വീട്ടിൽ ചെന്ന് ഗിരിജയുടെ അടുത്ത് ഭക്ഷണം കഴിച്ചിട്ടാ പോവാ. അപ്പൊ ഞാൻ എന്നാ ഗിരിജ വിളിച്ചു പറയാം. ആരേലും വിളിച്ച് വരാൻ പറഞ്ഞാൽ മതി ഇവിടെ നിന്ന്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ നിന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു, പക്ഷെ ആരും അത് കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. ഓഹോ, അല്ല ഇയാള് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി അനുസരിക്കാൻ ഇയാള് ഞങ്ങക്ക് ചെലവിന് തരണമൊന്നുമില്ലല്ലോ. ഉണ്ടോ ക്ലീറ്റോ? ഒന്നുകൂടി വന്നേ. എന്താ ആ ക്ലീറ്റോനെ വിളിക്ക്. ഇന്നലെ വന്ന ആള്. ഓ, അപ്പോ ഇയാളാണ് എന്റെ അച്ഛന് ജോലി കൊടുത്ത അമ്മാവൻ അല്ലേ? അതെ, അതെന്റെ അച്ഛൻ വരണ്ടല്ലോ. വിജയ കറക്റ്റ് സമയത്ത് വന്നു. വാ, നീ എന്തിനാ ഈ വളം ഇങ്ങോട്ട് കൊടുന്ന്? അതാ കടയിൽ വെച്ചാൽ മതിയായിരുന്നില്ലേ? ഇനിയിപ്പം അങ്ങോട്ട് ഏറ്റാൻ നിൽക്കണ്ടേ? അതെ, നിന്റെ മോൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണം. എന്താ കാര്യം എന്ന് ചോദിക്കും. ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ആരെയും അനുവദിച്ചിട്ടില്ല. അത് അച്ഛനായാലും മക്കളായാലും. അച്ഛനത് എന്ത് ഭാവിച്ചിട്ടാ? ഞങ്ങളെ നാണം കടത്തി അടങ്ങുന്ന വാശിയിലാണോ അച്ഛൻ?
അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ജോലി? അല്ലെങ്കിൽ തന്നെ അച്ഛൻ എന്താ അവിടെ ഒരു കുറവ്? എനിക്ക് എന്താ കുറവെന്നല്ലേ, അത് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു രംഗം ഇവിടെ ഉണ്ടാവുമായിരുന്നു. അതെ, നിങ്ങൾ അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ കാര്യം പറയണില്ല, മോനോട് ചോദിച്ചിട്ട് മോനും കാര്യം പറയണില്ല. ഇതിനിടയിൽ പെട്ട് കിടക്കണം ഞങ്ങളാ. ആരെങ്കിലും ഒരാൾ കാര്യം എന്താ വെച്ചാൽ പറ. 30-35 വർഷമായി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചവന്. ഒന്ന് പുറത്ത് കറങ്ങാൻ പോകാനോ, കൂട്ടുകാരോടൊത്തൊന്ന് സല്ലപിക്കാനോ, ഒരു സിഗരറ്റ് വലിക്കാനോ, അടുത്ത ജംഗ്ഷനിൽ ചെന്ന് ഒരു ചായ കുടിക്കാനോ ഞാൻ ആ സ്വാതന്ത്ര്യം എടുത്തിട്ടില്ല. എന്താണെന്നറിയോ, എനിക്ക് മക്കളുണ്ട്. അവർ വളർന്ന് വലുതാകുമ്പോൾ എൻ്റെ ഈ സ്വഭാവ ദൂഷ്യം അവർക്ക് ബാധിക്കരുത്, അത് മാത്രം ഉദ്ദേശിച്ചു. അതിനൊക്കെ ഞങ്ങൾ എതിരെ നിന്നാണ് അച്ഛൻ പറയുന്നേ. അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇപ്പോഴും അതിന് സമയമുണ്ടല്ലോ. ആവാം. എൻ്റെ മക്കൾ പറയുന്നിടത്ത് ഞാൻ നിൽക്കണം. അവർ തുമ്മാൻ പറയുന്നിടത്ത് ഞാൻ തുമ്മണം. അവർ തുപ്പാൻ പറയുന്നിടത്ത് ഞാൻ തുപ്പണം. വയ്യാമനെ, ഇനി എനിക്കതിനാവില്ല. വയ്യെങ്കിൽ വേണ്ട. ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും മുമ്പേ ചോമാനപ്പെടുത്തുന്നേ. എനിക്ക് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്നത് ഒരു അപമാനമായിട്ട് തോന്നിയിട്ടില്ല. ഇത്രയും കാലം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. ഇനി എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം. അതിന് എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് വേണം. ഇനി നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നില്ലേ? നിങ്ങൾ എനിക്ക് ഒന്നും വേണ്ട. ഞാനിനി എത്ര കാലം ജീവിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. അതുമുതൽ നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കണം. അല്ല, ഗിരിരാജൻ എന്തിനാ എന്നെ വരാൻ പറഞ്ഞത്? അത് പിന്നെ ഈ വളമെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമല്ലോ. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി പോയിട്ട് വളമെടുക്കാന്നാ ഞാൻ വിചാരിച്ചത്. അതിനാ വരാൻ പറഞ്ഞു. പക്ഷെ വളം എടുത്തിട്ട് വന്നല്ലോ. ആ സ്ഥിതിക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. തോട്ടത്തിലേക്ക് പോക്കാം. ഞാൻ പോയിട്ട് വരാം. ഈ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിലെ മക്കളായി ജനിക്കാന്ന് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കണക്കിന് എനിക്ക് മക്കളില്ലാത്തത് നന്നായി. അല്ല, ഇതൊക്കെ കാണുമ്പോ അങ്ങനെയാ തോന്നണത്. കാലത്തിന്റെ പോക്ക് അങ്ങനെയാണല്ലോ.